നമ്മൾ ഒരു തന്നിരിക്കുന്ന ടോപ്പിൽ നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ആംപിറ്റ്, അതായത് കൈക്കുഴി എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു തന്നിരിക്കുന്ന ടോപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ റിഗാർഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ കൈ ജോയിൻറ്റ് ചെയ്യുന്ന, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു സ്കെയിൽ, അതിൻ്റെ ആംപിറ്റ് ആംപിറ്റ് ഒരു സ്കെയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു മെഷർമെൻ്റ് എടുക്കുന്നു. അപ്പോൾ ഈ മുകളിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഇവിടം വരെ ഒരു 7 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. ഇനി നമ്മുടെ തുണി 4ആയി മടക്കിയിട്ടിട്ടാണല്ലോ വെട്ടുന്നത്. അപ്പോൾ 4ആയിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ വരയ്ക്കും. അതായത് 20.5 ഇതിൻ്റെ ഒരു ചെസ്റ്റ് റൗണ്ട് വരുന്നത്. സോ ആ 20.5 ഇഞ്ചിലേക്ക് നമ്മൾ വരച്ചു. അതിനുശേഷം ഈ 7 ഇഞ്ച് താഴേക്ക് നമ്മൾ വരച്ചതിന് ശേഷമാണ് ഈ കർവ് കൊടുക്കുന്നത്. സോ ആ കർവ് കൊടുക്കുമ്പോൾ അത് കിട്ടുന്ന അളവ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആംപിറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു ടേപ്പ് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ പതുക്കെ ഒരു റൗണ്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ കിട്ടുന്ന മെഷർമെൻ്റ് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ റിഗാർഡർ വരുന്നത് 9.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ഒരു 20.5 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് ഉള്ളതിന് 9 ഇഞ്ചാണ് സാധാരണ വരിക. ഇത് റെഡിമെയ്ഡ് ടോപ്പാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഒരു 9.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഇത്തിരി ലൂസ് ഉണ്ടാവും. ഈ ചെസ്റ്റ് റൗണ്ട് അനുസരിച്ച് ഈ കൈക്കുഴിക്ക് ഒരല്പം ലൂസ് ഉണ്ടാവും, കാരണം ഇത് റെഡിമെയ്ഡ് ടോപ്പാണ്. അപ്പോൾ അത് ഒരു അല്പം ലൂസ് ഇട്ടിട്ടാണ് അതിൻ്റെ കൈക്കുഴി കൊടുക്കുക. അതായത് നമ്മളുടെ തന്നിരിക്കുന്ന ഏത് ടോപ്പാണോ ആ ടോപ്പിൻ്റെ കൈക്കുഴിയുടെ മെഷർമെൻറ്റിലായിരിക്കണം നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൈക്കുഴി നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ടേപ്പ് വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ആ എൻഡ് പോയിന്റിൽ ഇങ്ങനെ വരെ കൊണ്ടുവരിക. ചെസ്റ്റിൻ്റെ ആ കൈക്കുഴിയുടെ ആംപിറ്റിൻ്റെ എൻഡ് പോയിന്റ് വരെ കൊണ്ടുവരിക. കൈക്കുഴി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൈയുടെ ഇവിടെ നിന്നല്ല നമ്മൾ എടുക്കേണ്ടത്, ഈ ബോഡി പാർട്ടിൽ നിന്ന് വേണം നമ്മൾ ടേപ്പ് വെച്ച് കൊടുക്കാനായിട്ട്. അത്രയും മാത്രം ശ്രദ്ധിക്കുക. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് കറക്കി ഇങ്ങനെ കൊണ്ടുവരിക. കറക്കി കൊണ്ടുവരുമ്പോൾ ഇവിടെ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. സോ ആ ഒരു 9.5 ഇഞ്ച് നമ്മൾ ഈ 7 ഇഞ്ച് റിഗാർഡ് വരച്ചതിന് ശേഷം 20.5 ഇഞ്ചിലേക്ക് നമ്മൾ ചെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് കർവ് വരച്ചു കഴിയുമ്പോൾ 9.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് ഇവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മളുടെ ഈ ഒരു മെഷർമെൻറ്റ് കിട്ടേണ്ടത്. തയ്ച്ചു വരുമ്പോഴാണ് നമുക്ക് ഈ മെഷർമെൻറ്റ് കിട്ടേണ്ടത്. അതെങ്ങനെയാണെന്ന് ഞാനൊരു പേപ്പറിലോട്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. അതായത് നമ്മൾ ഒരു പേപ്പറിലാണ് ഞാൻ വരച്ച് കാണിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് ചെസ്റ്റിൻ്റെ അളവ് 10.4 എടുത്തു. 10.4 നമുക്ക് വേണ്ടത്. അപ്പോൾ 20.5 ഇഞ്ചാണ്. അപ്പോൾ 10.4 ഇഞ്ച് എടുത്തു. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. നമ്മുടെ ബോഡിയുടെ ചെസ്റ്റിൻ്റെ റൗണ്ടാണിത്. ഇനി അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ബോഡിയുടെ റിഗാർഡറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 7 ഇഞ്ചാണ്. നമ്മൾ ആ 7 ഇഞ്ച് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ആ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് നമ്മളൊരു സ്ലോപ്പുണ്ട്, ഷോൾഡർ സ്ലോപ്പുണ്ട്. ആ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ഇവിടെ കൊടുത്തു. ആ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് നമ്മൾ ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ കൊണ്ടുവയ്ക്കുക. ഈ വരച്ചിരിക്കുന്ന ഈ സ്ക്വയറിൻ്റെ ഒരു മിഡിൽ ഭാഗത്തായിട്ട് ഇതിൻ്റെ അറ്റം മുട്ടാൻ ഭാഗത്തിന് ഇങ്ങനെ ഈ അഗ്രഭാഗം മുട്ടിച്ച് വയ്ക്കുക. ഈ ഇവിടെയും ഈ കർവ് മുട്ടിച്ച് വയ്ക്കുക. ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഇങ്ങനെ നമ്മൾ സ്കെയിൽ വെച്ചതിന് ശേഷം നമ്മൾ വരച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ റിഗാർഡർ നമ്മുടെ കൈക്കുഴി വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്ര എളുപ്പമായിട്ട് നമുക്ക് കൈക്കുഴി വരയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മെഷർമെൻറ്റ് ടോപ്പിൽ നിന്ന് 20.5 ഇഞ്ചാണ് മെഷർമെൻ്റ് എങ്കിൽ 10.4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. 4ആയി മടക്കിയിട്ടിട്ട് 10.4 ഇഞ്ച് വരയ്ക്കുക. അതിനുശേഷം ഒരു 7 ഇഞ്ച് റിഗാർഡർ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് ഷോൾഡറിൻ്റെ എൻഡ് പോയിന്റ് ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന്, അതായത് നമ്മൾ ഒരു റിഗാർഡർ ലൈൻ വരയ്ക്കുന്ന ആ പോയിന്റിൽ നിന്ന് നേരെ റിഗാർഡർ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ 7 ഇഞ്ചോളം വരയ്ക്കുക. അതിനുശേഷം നമ്മളൊരു ഫ്രഞ്ച് കർവ് എടുത്ത് വെച്ചിട്ട് ഈ 2 പോയിന്റുകളും വന്ന് അവസാനിക്കുന്ന ഈ ഒരു കോർണറിൽ ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അഗ്രഭാഗം, ഈ ഒരു ഇതിൻ്റെ ഈ ഒരു പോയിന്റ് നമ്മുടെ ഈ വരച്ചിരിക്കുന്ന സ്ട്രൈറ്റ് സ്ക്വയർ പോയിന്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് മാറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മളൊരു ഈ എൻഡ് ഭാഗം മുട്ടക്കത്തക്ക രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഫ്രഞ്ച് സ്കെയിൽ വെച്ച് കൊടുക്കുക.
ഫ്രഞ്ച് കർവ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ റിഗാർഡർ വരച്ചു, ഈ അറ്റത്തേക്ക് മുട്ടിച്ചു. അപ്പോൾ നമ്മളിവിടെ ഒരു 1/2 ഇഞ്ചോളം ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ഓൾറെഡി സൽവാറിൻ്റെ മെഷർമെൻറ്റിലുണ്ട്. സോ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് വെച്ചിട്ട് നമുക്ക് പയ്യെ മെല്ലെ ഇത് ഈ ടേപ്പ് കറക്കി കറക്കി നമുക്കൊന്ന് അളവെടുത്ത് നോക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ട് 9.5 ഇഞ്ചിൽ തന്നെയായിരിക്കും നമുക്ക് മെഷർമെൻറ്റ് കിട്ടുക. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് പോകും. പക്ഷേ ആ 1/2 ഇഞ്ചിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോയിന്റിലൂടെ അല്ലല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്, 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടും എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ടോപ്പിൽ നിന്ന് റിഗാർഡർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഷോൾഡർ നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞു. ഷോൾഡർ എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിഗാർഡറിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി, ചെസ്റ്റ് പോയിൻറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് മനസ്സിലാക്കി, ആ റിഗാർഡർ നമ്മൾ സ്ക്വയറായിട്ട് വരച്ചു. ആ വരച്ചതിനകത്തേക്ക് നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ടോപ്പിൻ്റെ കൈക്കുഴിയുടെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.